ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഹരി ഓം. ശ്രീ ശങ്കര ഭഗവത്പാദ വിരചിതം സൗന്ദര്യലഹരി സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 68-ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. ദേവിയുടെ കഴുത്ത് വരെ എത്താറായി നമ്മൾ. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് കഴുത്തിൽ ദേവിയുടെ മംഗളസൂത്രത്തെ പറ്റിയും സ്വരമാധുരിയെ പറ്റിയൊക്കെയാണ് ഇന്ന് പഠിക്കുന്നത്. ഓം സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഓം. ശ്ലോകം 69 ഇന്ന് പഠിക്കേണ്ടത്. ശ്ലോകം വായിക്കാം. ഗളേരേഖാസ്തിസ്രോ ഗതിഗമഗീതൈകനിപുണേ വിവാഹവ്യാനത്ത പ്രഗുണഗുണസംഖ്യാപ്രതിഭുവക. ഒറ്റ പദാണ് വിവാഹവ്യാനത്ത പ്രഗുണഗുണസംഖ്യാപ്രതിഭുവക. വിരാജന്തേ നാനാവിധമധുരരാഗാകരഭുവാം ത്രയാണാം ഗ്രാമാണാം സ്ഥിതിനിയമസീമാനൈവ തേ. ഇനി ഓരോ വാക്കുകൾ തിരിച്ചു പറഞ്ഞു നോക്കാം. ഗളേ രേഖാഹ തിസ്രഹ. രേഖാഹ തിസ്രഹ. രേഖാസ്തിസ്രഹ. സായുടെ സൗണ്ട് അവിടെ വരുന്നു, സന്ധി നിയമം. ഗതി ഗമക ഗീത ഏകനിപുണേ വിവാഹ വ്യാനദ്ധ പ്രഗുണഗുണസംഖ്യ പ്രതിഭുവഃ വിരാജന്തേ നാനാവിധമധുരരാഗാകരഭുവാം ത്രയാണാം ഗ്രാമാണാം സ്ഥിതി നിയമസീമാന ഇവത്തെ. ഇതാണ് വാക്കുകൾ. ഇനി നമുക്ക് ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കാം. ഗളേ. ഗളേ എന്ന് പറഞ്ഞാൽ കണ്ഠം, കഴുത്ത്, ഗ്രീവം എന്നൊക്കെ അർത്ഥം. ഗളേ കണ്ഠത്തിൽ, കഴുത്തിൽ. രേഖ രേഖാഹ. രേഖ എന്ന് പറഞ്ഞാൽ വരകൾ. എത്ര വരകൾ? തിസ്രഹ രേഖാഹ. 3 വരകൾ. അതാണ് രേഖാസ്തിസ്രോ. തിസ്രഹ രേഖാഹ 3 വരകൾ. ഗതി ഗമകം ഗീതം. അല്ലേ? 3 വരകൾ എന്തൊക്കെയാണ്? ഗതി ഗമക ഗീതൈഹി. ഗമകവും ഗതിയും ഗീതങ്ങളും. ഗതി എന്ന് പറഞ്ഞാൽ മാർഗം. അതായത് 7 അക്ഷരം സപ്തസ്വരങ്ങളെ കൊണ്ടാണ് ഗാനമുണ്ടാക്കുന്നത്. അല്ലേ? അപ്പോൾ അതിൽ ആ സാ മുതൽ സരിഗമ പദനി സാ വരെ ഉള്ള വാക്കുകൾ. അതിൽ മാർഗം എന്ന് പറഞ്ഞാൽ ഒരു സായിൽ നിന്ന് വേറൊരു സ്വരത്തിലേക്കുള്ള ആ പോക്ക്, ആ സമയം, ആ പോകുന്ന മാർഗം ഒന്ന്. ഗതി. ഗമകം. ഗമകം എന്ന് പറഞ്ഞാൽ ഗമിക്കുന്ന ഇത്. അതായത് സംഗതികൾ, 5 സംഗതികളുണ്ട്. നമുക്കതൊന്നും വിശദീകരിച്ചൊന്നും പഠിക്കേണ്ട. അതൊക്കെ സംഗീതത്തെ പറ്റി പഠിക്കുന്നവർക്കൊക്കെ ആവശ്യമുള്ളൂ. നമ്മൾ എന്താണെന്ന് ഗീതം എന്ന് പറഞ്ഞാൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ധാതുക്കളും അതും ഇതുമൊക്കെ. അപ്പം ഏകനിപുണേ, സംഗീത കലയിൽ
ഏറ്റവും മുകളിൽ നിൽക്കുന്നു. ഏറ്റവും സമർത്ഥയാണ് ദേവി. അല്ലെങ്കിൽ സംഗീത കലയുടെ ഉച്ചത്തിൽ സ്ഥിതി ചെയ്യുന്ന, ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്നവളായ ദേവിയുടെ ആ സാമർഥ്യത്തെ പറയുന്ന, സംഗീതത്തിലുള്ള സാമർഥ്യം, നിപുണയായ ദേവി എന്നർത്ഥം. ഇനി വിവാഹ വ്യാനത്വം. വിവാഹം എന്ന് പറഞ്ഞാൽ വിവാഹം തന്നെ, കല്യാണം അല്ലേ? ആ കല്യാണ സമയത്ത് വ്യാനത്വം, വ്യാന്നവിടെ പറഞ്ഞ വിശേഷേണ നത്തമായത് എന്ന് പറഞ്ഞാൽ വിശേഷേണ കെട്ടുന്ന, എന്താ അത്? മംഗളസൂത്രം എന്ന ആ ചരട്. വിശേഷേണ ഉള്ള പ്രഗുണ ഗുണസംഖ്യ. പ്രഗുണം, പ്രകർഷേണ, ഗുണം എന്ന് പറഞ്ഞാൽ ചരടെന്നർത്ഥമുണ്ട്. ഇവിടെ അതാണ്. ആ വിശേഷേണ അല്ലെങ്കിൽ എന്താ അതിന് പറയുക, പ്രഗുണഗുണം. ആ വിശേഷപ്പെട്ട ചരടിൻ്റെ ഗുണം, ചരടിൻ്റെ ഗുണം എന്ന് പറഞ്ഞ ഗുണസംഖ്യ, ആ സംഖ്യയ്ക്ക് സമാനമായിട്ട്. പ്രതിഭുവം, അതിന് സമാനമായിട്ടെന്നോ അല്ലെങ്കിൽ അതിനു വേണ്ടി, അതായത് എന്താ പറയുക, ജാമ്യം നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി ആ വിവാഹകാലത്തിൽ ഭർത്താവായ ഭഗവാൻ കാമേശ്വരൻ കഴുത്തിൽ കെട്ടിയ ആ കെട്ടപ്പെട്ട അനേക നൂലുകൾ ചേർന്ന ആ ചരട്, അത് 3 സരങ്ങളുടെ സംഖ്യയ്ക്ക് ജാമ്യക്കാരായി. 3 സരങ്ങൾ എന്ന് പറഞ്ഞാൽ 3 ചരടുകൾ. അതിന് ജാമ്യക്കാരായി നിൽക്കുന്ന, വിരാജിക്കുന്നു. വിരാജി എന്ന് പറഞ്ഞാലോ, വിരാജിക്കുക, വിരാജന്തെ, ശോഭിക്കുക എന്നർത്ഥം, ശോഭിക്കുന്നു. പിന്നെയോ നാനാവിധ മധുര രാഗാകരഭുവാം. നാനാവിധം, പല പ്രകാരത്തിലുള്ള, പലതരത്തിലുള്ള മധുരരാഗങ്ങളുടെ ഉത്ഭവസ്ഥാനം, ഉറവിടം എന്നൊക്കെ അർത്ഥം. സ്ഥാനമായ ത്രയാണാം, 3 ഗ്രാമാണാം, 3 ഗ്രാമങ്ങൾക്കും. ആ ഗ്രാമം എന്ന് പറയുന്നത് സംഗീത ഗ്രാമം എന്നൊക്കെ പറയുന്ന കുറേ ഇതാണ്. അതിൽ ഈ 3 നമ്മൾ ഉദ്ദേശിക്കുന്ന ഷഡ്ജം, മധ്യമം, ഗാന്ധാരം, ഈ 3 ആ 3 സ്വരങ്ങളുടെ സ്ഥിതിയെ എന്ന പോലെ നിന്തിരുവടിയുടെ കഴുത്തിൽ വിരാജിക്കുന്നു എന്നർത്ഥം. മംഗളസൂത്ര ചരടിനെ പറ്റിയാണ് പറഞ്ഞത്.